നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും പാചകത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ വിഭവം നമ്മൾ മലയാളികൾക്ക് സുപരിചിതമായിട്ടുള്ള ഒന്നാണ് വട്ടയപ്പം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. നമ്മുടെ ആഘോഷങ്ങളിലും മിക്ക വീടുകളിലും ഒരു പ്രധാന വിഭവമാണ് വട്ടയപ്പം. എങ്കിലും കുറച്ച് പേർക്കെങ്കിലും പല രീതിയിൽ ചെയ്തു നോക്കിയിട്ടും വട്ടയപ്പം അത്രയ്ക്കങ്ങ് സോഫ്റ്റായി കിട്ടുന്നില്ല എന്നൊരു വിഷമമുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വട്ടയപ്പം നല്ല പഞ്ഞി പോലെ സോഫ്റ്റായി കിട്ടാൻ എന്തൊക്കെ ചെയ്യണമെന്ന് കാണാം. നമ്മളിതിലേക്ക് സാധാരണ ചേർക്കുന്ന ചേരുവകളല്ലാതെ 2 സ്പെഷ്യൽ ചേരുവകളോട് ചേർക്കുന്നുണ്ട്, നമ്മൾ വട്ടയപ്പം ഒന്ന് എക്സ്ട്രാ സോഫ്റ്റായി കിട്ടാനായിട്ട്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ഞാനിവിടെ 1 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ ചെറിയ ടൈപ്പ് അരിയാണ് എടുക്കുന്നത്. ഇങ്ങനെ ചെറിയ ടൈപ്പ് അരി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ വട്ടയപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടാറുണ്ട്. ഇത് നമുക്ക് ആദ്യം നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ട് വയ്ക്കാം. കുറഞ്ഞത് ഒരു 2 മണിക്കൂർ ഇത് കുതിർത്തിയെടുക്കണം. ഇപ്പോൾ ഇതിവിടെ 2 മണിക്കൂർ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കണം. ഇത് അരയ്ക്കുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് ചേർക്കാനുള്ള ബാക്കി ചേരുവകൾ എന്തൊക്കെയാണെന്ന് കാണിക്കാം. ഇത് അവലാണ്. 1/2 കപ്പ് അവലാണ് എടുത്തിട്ടുള്ളത്. വെള്ള അവൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമ്മുടെ വട്ടയപ്പത്തിന് ഒരു വെള്ള കളർ തന്നെ കിട്ടുള്ളൂ. ഇത് നമുക്ക് അല്പം വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്തിയെടുക്കാം. ഒരു 5 ടേബിൾ സ്പൂൺ വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. ഇത് പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടിക്കോളൂ. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. ഞാനിവിടെ 140 ഗ്രാം പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതായത് 1/2 കപ്പും പിന്നെ 1 ടേബിൾ സ്പൂണും കൂടി എക്സ്ട്രാ ആയിട്ട് ചേർക്കുന്നുണ്ട്. ഈ പഞ്ചസാരയുടെ അളവ് ഓരോരുത്തരുടെയും ഇഷ്ടമനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ വേണ്ടത് തേങ്ങയാണ്. 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ തേങ്ങ ചിരകി എടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ചിരട്ടയുടെ ആ ബ്രൗൺ പാർട്ട് വരാതെ വെള്ള മാത്രമായിട്ട് ചിരകി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമ്മുടെ വട്ടയപ്പത്തിന് നല്ലൊരു വെള്ള കളർ തന്നെ കിട്ടുള്ളൂ. പിന്നെ നമ്മുടെ വട്ടയപ്പത്തിന് നല്ല ഫ്ലേവർ കിട്ടാനായിട്ട് ഞാനിവിടെ ഒരു 4 ഏലക്ക എടുത്തിട്ടുണ്ട്. പിന്നെ 1 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വെളുത്തുള്ളി ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇനിയുള്ള ചേരുവകൾ ഞാൻ ആ ചേർക്കുന്ന സമയത്ത് കാണിച്ചു തരാം. ഇനി നമുക്ക് ഈ വെള്ളം കളഞ്ഞിട്ട് അരി നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പം ഒരു മിക്സഡ് ജാറിലേക്ക് എടുക്കാം. ഇത് മുഴുവനും നമുക്ക് ഒറ്റ തവണയായിട്ട് തന്നെ അരച്ചെടുക്കാൻ പറ്റും. 1 കപ്പ് അരിയല്ലേ ഉള്ളൂ. ഇനി ആ വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കാം. ഏലക്കയുടെ തൊണ്ട് കളഞ്ഞിട്ട് അതും ചേർക്കാം. ഇനി ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇനി ഞാൻ ആദ്യം പറഞ്ഞ ആ സ്പെഷ്യൽ ചേരുവയിൽ 1 ഇപ്പം ചേർക്കാൻ പോവാണ്. 1 മുട്ടയുടെ വെള്ളയാണ് നമ്മളിപ്പോൾ ചേർക്കുന്നത്. മുട്ടയോടെ ചേർക്കുന്നതുകൊണ്ട് വട്ടയപ്പത്തിന് ടേസ്റ്റിന് വ്യത്യാസം വരില്ല. പ്രത്യേകിച്ച് വേറൊരു മണമൊന്നും ഉണ്ടാവില്ല. നല്ലൊരു മാർദ്ദവം കിട്ടും വട്ടയപ്പത്തിന്. ഇനി നിങ്ങൾക്ക് ഇത് ചേർക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ മാർദ്ദവം ഒരല്പം കുറയുന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/2 കപ്പോളം വെള്ളം ചേർത്താൽ മതി. ഈ അരിയുടെ അതേ ലെവലിൽ നിൽക്കുന്ന പോലെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളം കൂടുതലായാൽ അരി അരഞ്ഞു കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഈ വെള്ളത്തിന് പകരം നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ഉപയോഗിച്ചും ഇത് അരച്ചെടുക്കാം കേട്ടോ. തേങ്ങാപ്പാൽ ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും വട്ടയപ്പത്തിന്. ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിക്കാം. അത്യാവശ്യം വലിപ്പമുള്ള ബൗൾ തന്നെ എടുക്കാം. ഈ മാവ് പൊങ്ങി വരുമല്ലോ. ഒരു സ്റ്റീലിൻ്റെ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ പാത്രം എടുക്കുമായിരിക്കും നല്ലത്. ഇനി ഇതേ ജാറിലേക്ക് തന്നെ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. പഞ്ചസാര ചേർക്കാം. കുതിർത്ത അവല് ചേർക്കാം. ഇനി ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുക്കുന്നത്. 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഈസ്റ്റ് ചേർക്കുമ്പോൾ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഒന്നും കഴിയാത്ത ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇതിൽ പഞ്ചസാരയും കൂടി ഉള്ളതുകൊണ്ട് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. വെള്ളം കൂടിപ്പോയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നമുക്ക് ആദ്യം അരച്ച അരിയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. കൈകൊണ്ട് തന്നെ നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക. ഈ സമയത്ത് ബാറ്ററിന് കട്ടി കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ മാവ് ഫെർമെൻറ്റേഷന് വേണ്ടി മാറ്റി വയ്ക്കാം. ഇത് നന്നായിട്ട് മൂടിയിട്ട് കുറഞ്ഞതൊരു 3 മണിക്കൂർ മാറ്റി വയ്ക്കാം. ഇത് 3 മണിക്കൂർ കൊണ്ട് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. തണുപ്പുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ സമയം വേണ്ടി വരും ഈ ഒരു പാകത്തിനായി കിട്ടാൻ.
ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള സ്പെഷ്യൽ ചേരുവയുണ്ടല്ലോ, അതിൽ രണ്ടാമത്തെ ചേരുവ ഇപ്പോഴാണ് ചേർക്കുന്നത്. അത് ചേർക്കാനായിട്ട് കുറച്ച് മാവ്, ഏകദേശം ഒരു തവിയോളം മാവ് ഒരു ചെറിയ ബൗളിലേക്ക് എടുക്കുക. ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ബേക്കിംഗ് പൗഡറാണ്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കുക. അപ്പം മുട്ടവെള്ളയും ബേക്കിംഗ് പൗഡറും അതുപോലെ ഈസ്റ്റുമാണ് നമ്മുടെ ഈ വട്ടയപ്പം റെസിപ്പിയിൽ വട്ടയപ്പം പൊങ്ങി വരാനായിട്ടും അത് കൂടുതൽ സോഫ്റ്റ് ആകാനായിട്ട് സഹായിക്കുന്ന ചേരുവകൾ. നമ്മളിങ്ങനെ കുറച്ച് മാവ് എടുത്തിട്ട് അതിൽ ഈ ബേക്കിംഗ് പൗഡർ മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. അല്ലാതെ നമ്മൾ മുഴുവൻ മാവിലേക്കും ബേക്കിംഗ് പൗഡർ ചേർത്താൽ അത് നന്നായിട്ട് യോജിച്ച് കിട്ടില്ല, അവിടെ ഇവിടെയായിട്ട് കട്ട പിടിച്ച് കിടക്കും. ഇനി ഈ മിക്സ് നമുക്ക് ബാക്കിയുള്ള മാവിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക. ഈ ബേക്കിംഗ് പൗഡർ നന്നായിട്ട് യോജിച്ചില്ലെങ്കിൽ നമ്മൾ വട്ടയപ്പം വേവിച്ചെടുക്കുമ്പം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കട്ട പിടിച്ച് വേറൊരു കളറായിട്ട് കിടക്കും. അപ്പം നമ്മുടെ വട്ടയപ്പത്തിന് മാവ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട് അപ്പച്ചമ്പിൽ വെള്ളം ചൂടാക്കാം. ഇനി നമ്മൾ ഏത് ടിന്നിലാണോ ഈ വട്ടയപ്പം ഉണ്ടാക്കുന്നത് അതിൽ നന്നായിട്ട് എണ്ണ തടവി കൊടുക്കാം. വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതിലേക്ക് ആവശ്യത്തിന് മാവ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് എത്രമാത്രം കട്ടിയിലാണോ വേണ്ടത് അതനുസരിച്ച് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇത് അപ്പച്ചമ്പിൽ വെള്ളം തിളച്ച് ആവി വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ ആ തട്ടിലേക്ക് വെച്ചു കൊടുക്കുക. ചെരിഞ്ഞൊന്നും പോകാതെ ഒരേ ലെവലിൽ തന്നെ വെക്കാം. എന്നിട്ടിത് മൂടി വെച്ചിട്ട് ആദ്യത്തെ ഒരു 2-3 മിനിറ്റോളം നല്ല ചൂട് തന്നെ വേവിക്കാം. അതിനുശേഷം തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 20 തൊട്ട് 22 മിനിറ്റ് വരെ വേവിച്ചെടുക്കുക. നമ്മൾ ഒഴിച്ചു കൊടുത്ത മാവിൻ്റെ കട്ടി അനുസരിച്ചും അതുപോലെ നമ്മുടെ പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ചും ഇത് വേവുന്ന സമയത്തിന് വ്യത്യാസം ഉണ്ടാവും. ഇതിവിടെ 25 മിനിറ്റാണ് വേവിച്ചെടുത്തത്. ഇത് റെഡിയായിട്ടുണ്ട്. ഇതിപ്പോൾ പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് നന്നായിട്ട് തണുത്ത് കഴിയുമ്പം ഈ പാത്രത്തിൽ നിന്ന് മാറ്റാം. ഈ വട്ടയപ്പം ഞാൻ 8 ഇഞ്ചിൻ്റെ ഒരു ടിന്നിലാണ് ഉണ്ടാക്കിയത്. 2.5 കപ്പ് മാവാണ് അതിൽ ഒഴിച്ചു കൊടുത്തത്. ഇപ്പോൾ 1 ഇഞ്ച് കനത്തിലുള്ള ഒരു വട്ടയപ്പമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇതിന് കുറച്ചുകൂടി ഒന്ന് ഭംഗി കൂട്ടാനായിട്ട് ഇതിലൊരു ചെറി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള മാവ് കൊണ്ട് ഇതിനും കുറച്ചുകൂടി വലിപ്പം കുറഞ്ഞിട്ടുള്ള ഒരു വട്ടയപ്പം കൂടി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് ആണ് ഈ വട്ടയപ്പം, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അല്ലേ. ഇത് നമുക്ക് ഒരു ദിവസം വരെ കേടുകൂടാതെ പുറത്ത് തന്നെ സൂക്ഷിക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് കൂടുതൽ ദിവസത്തേക്ക് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. 3-4 ദിവസം വരെ അത് കേടാകാതെ ഇരുന്നോളും. എന്നിട്ട് പുറത്തെടുത്ത് കഴിയുമ്പം ഒന്ന് ആവി കയറ്റിയെടുത്താൽ മതി. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.